ശ്രീ എം ലിജു, അങ്ങനെ പേരാവൂരിൽ ഒരു ജയന്റ് കില്ലറാകാൻ KPCC അധ്യക്ഷനെ അട്ടിമറിക്കാൻ KK ശൈലജ കഴിയുമോ? പേരാവൂര് വെട്ടിപ്പിടിച്ചിട്ടുള്ള ചരിത്രം KK ശൈലജയ്ക്കുണ്ട്. ഞങ്ങൾ കരുതുന്നത് KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന്, പേരാവൂരിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ശ്രീ സണ്ണി ജോസഫിൻ്റെ മികച്ച സ്ഥാനാർത്ഥിത്വം, കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ, കേരളത്തിൽ LDFനെതിരെയുള്ള വലിയ ജനവികാരമുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട്. ഞങ്ങൾ പേരാവൂരിൽ വലിയ ഭൂരിപക്ഷമാണ് ശ്രീ സണ്ണി ജോസഫിന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ അത് ശ്രീമതി KK ശൈലജയെ അപമാനിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ശൈലജ എന്നത് CPMൻ്റെ ഒരു പ്രമുഖ നേതാവാണ്. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവരാണ് സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ് അവിടെ ആര് സ്ഥാനാർത്ഥിയാണ്, എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും സണ്ണി ജോസഫ് അവിടെ നിന്ന് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയവും തന്നെയാണ്. അതോടൊപ്പം ശ്രീ G സുധാകരന്റെ വിഷയമായിരുന്നല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. G സുധാകരന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് വളരെ സുവ്യക്തമായ അഭിപ്രായമാണുള്ളത്. ഇപ്പം G സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അപമാനിതനാവുന്നതിൻ്റെ കാര്യങ്ങൾ വിവരിക്കേണ്ടി വരുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ സംഭാഷണം, കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹത്തെ പ്രധാന യോഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള വിവരം, അതോടൊപ്പം അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്ന ഓഡിറ്റോറിയത്തിൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷേ CPM അത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ അപമാനിക്കാനുള്ളതല്ല. അദ്ദേഹത്തെ ഉള്ള വിഷയം എന്താണെന്ന് പറഞ്ഞ് പരിഹരിച്ച് അദ്ദേഹത്തിൻ്റെ 10-60 വർഷക്കാലമായി അദ്ദേഹം തുടരുന്നൊരു പാർട്ടിയിൽ തന്നെ അദ്ദേഹം തുടരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം CPMനാണ്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഓക്കെ, ശ്രീ എം ലിജു, ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ G സുധാകരൻ പറയുന്ന സമയത്ത് KC വേണുഗോപാൽ അവിടെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ G സുധാകരനെ ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കന്മാർ കാണുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഞങ്ങളൊക്കെ തന്നെ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് അന്ന് ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തെ സന്ദർശിച്ചത്. ഇപ്പോൾ സമീപകാലത്തും അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റ് കാലിന് സുഖമില്ലാതെ പ്ലാസ്റ്റർ ഇട്ട് സർജറിക്ക് വിധേയനായിരുന്ന സമയത്ത് എല്ലാവരും പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ എന്നത് CPM എന്ന് പറയുന്ന അദ്ദേഹം പ്രവർത്തിച്ച വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുതൽ അദ്ദേഹം വളർന്ന് പ്രവർത്തിച്ച് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വവും അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ CPM നേതൃത്വവും അദ്ദേഹത്തോട് വെച്ച് പുലർത്തുന്ന അവഗണനയോടുള്ള പ്രതിഷേധമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് പരിഹരിച്ച് അദ്ദേഹം CPM തുടരും. ശരിയാണ്, G സുധാകരൻ കേരളം മുഴുവൻ പ്രതിപക്ഷം അടക്കം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ 21-ലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം പാർട്ടിയോട് സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. പാർട്ടി അത് അന്വേഷണ കമ്മീഷൻ വെച്ച് അദ്ദേഹം അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കം വലിയ കനത്ത വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നിട്ടും അതിനുശേഷമാണ് ഈ നടപടിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാലം പ്രവർത്തിച്ച, ഇത്രയും സ്ഥാനമാനങ്ങൾ നൽകിയ ഒരു പാർട്ടിക്ക് അഭിമതനായി തുടരുക എന്ന് പറയുന്ന അവനവന്റെ കൂടി ഉത്തരവാദിത്വമല്ലേ? അല്ല, അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹം പാർട്ടി വിരുദ്ധമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുമായിരുന്നല്ലോ. ഇപ്പം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് അവിടെ അമ്പലപ്പുഴയിൽ മത്സരിച്ചത്. എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായമൊന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു LDFൻ്റെ ഒരു വലിയ ഇലക്ഷൻ തരംഗമുണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. മുൻപ് G സുധാകരൻ 25,000 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലത്താണ് ഞങ്ങൾ 11,000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ CPM. 10-14,000 വോട്ട് ലീഡ് കുറയ്ക്കുവാൻ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് സാധിച്ചു. അത് ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം. അതിന് G സുധാകരന് സഹായം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന് ലഭിച്ചൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൂടി ലഭിച്ചൊരു വോട്ടായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത്. CPM അതാണല്ലോ. ഇപ്പം G സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ CPMന്റെ ഒരു വിഭാഗം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നാൻ ഇതൊക്കെ കാരണങ്ങളാകാം. അദ്ദേഹം 25,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് CPM ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ മേലിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹത്തെ പാർട്ടി പരിപാടികൾക്ക് വിളിക്കുന്നില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിക്കുന്ന സ്ഥലത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന CPMന്റെ ഒരു സമുന്നതനായ നേതാവിനെ ക്ഷണിക്കുന്നു പോലുമില്ല.
അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന് ചോദിക്കുമോ അദ്ദേഹത്തെ ഒന്നും പരിഗണിക്കില്ല എന്ന് വളരെ പരസ്യമായി CPM സംസ്ഥാന സെക്രട്ടറി പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ അപമാനിക്കുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലൊരു നേതാവ് കമ്മ്യൂണിസ്റ്റായി തുടരാൻ CPM-ന്റെ മെമ്പർഷിപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കുണ്ട്. പക്ഷെ ഞാൻ ആ വിഷയത്തിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസത്തെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം CPM നേതൃത്വത്തിനാണ്. അവർ പരിഗണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം, പരിഹരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിന് ഇനിയും പാർട്ടിയിൽ നിന്ന് കളയരുത്, ശരിയല്ല. കാരണം 10-20 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ലേ, അങ്ങനെ അപമാനിച്ച് പുറത്താക്കേണ്ടപ്പെടേണ്ട ഒരാളല്ല അദ്ദേഹം. അങ്ങനെയാണ് എന്റെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് മാധു സജി.